വെൽക്കം ബാക്ക്. പലർക്കും ഉള്ള സംശയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡു നോട്ട് ഹാവും ഹാവ് നോട്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? എപ്പോഴാണ് നമ്മൾ ഡു നോട്ട് ഹാവ് എന്ന് പറയുക, എപ്പോഴാണ് ഹാവ് നോട്ട് എന്ന് ഉപയോഗിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഡു നോട്ട് ഹാവിൻ്റെ ഷോർട്ട് ഫോമാണ് ഡോണ്ട് ഹാവ്. അതുപോലെ ഹാവ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഹാവിൻറ്റ്. ഇത് തെറ്റാതെ ഉപയോഗിക്കാനുള്ളൊരു സൂത്രം ആദ്യം തന്നെ പറയാം. ഈ ഹാവ് നോട്ട് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും വേർബായിരിക്കും, അതായത് ഒരു ക്രിയ, ഒരു ആക്ഷൻ ആയിരിക്കും ഹാവ് നോട്ട് കഴിഞ്ഞ് വരുന്നത്. എപ്പോഴാണ് നമ്മൾ ഈ ഹാവും വേർബും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാറുള്ളത്? ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഹാവും വേർബും കൂടെ ഒരുമിച്ച് പറയാറുള്ളത്, അല്ലേ? അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ മലയാളത്തിൽ പറയാം. ഞാൻ ഈ സിനിമ മുൻപ് കണ്ടിട്ടുണ്ട്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ ഹാവ് സീൻ ദിസ് മൂവി ബിഫോർ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ സിനിമ കാണുക എന്നുള്ളതിനെ പറ്റി പറയാൻ നമ്മൾ സീ ആണോ വാച്ച് ആണോ ഉപയോഗിക്കുക? അതൊരു ചെറിയ വ്യത്യാസമായിട്ട് രണ്ടും തമ്മിലുള്ളത്. ഇപ്പോൾ നമ്മൾ ടി വിയിൽ ഒരു സിനിമ കണ്ടു എന്നൊക്കെ പറയാൻ വാച്ച്ഡ് എന്ന് പറഞ്ഞാൽ മതി. നേരെ മറിച്ച് തിയേറ്ററിൽ പോയി ഒരു മൂവി കണ്ടു എന്ന് പറയാനാണെങ്കിൽ സീ എന്ന വേർബാണ് ഉപയോഗിക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഐ ഹാവ് സീൻ ദിസ് മൂവി ബിഫോർ. ഇനി ഞാൻ ഈ സിനിമ മുൻപ് കണ്ടിട്ടില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ നമ്മൾ ഈ സെൻറ്റൻസ് ഒന്ന് നെഗറ്റീവ് ആക്കിയാൽ മതി, അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യും? ഐ ഹാവ് നോട്ട് സീൻ ദിസ് മൂവി ബിഫോർ എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാവ് നോട്ട് സീൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഷോർട്ടാക്കി എങ്ങനെ പറയാം? ഐ ഹാവിൻ സീൻ ദിസ് മൂവി ബിഫോർ എന്നും പറയാം. അപ്പോൾ ഹാവ് നോട്ട് തന്നെയാണ് ഹാവിൻറ്റും. ഇനി വേറൊരു ഉദാഹരണം. അവർ ഓഫീസിൽ നിന്ന് ഇറങ്ങി, അതായത് ഓഫീസിൽ നിന്ന് പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് പറയും? ദേ ഹാവ് ലെഫ്റ്റ് ദി ഓഫീസ്. ദേ ഹാവ് ലെഫ്റ്റ് ദി ഓഫീസ്. ഇനി അവർ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അവർ ഓഫീസിൽ നിന്ന് പോയിട്ടില്ല എന്നിങ്ങനെ പറയും. ദേ ഹാവിൻറ്റ് ലെഫ്റ്റ് ദി ഓഫീസ്. ശരിയല്ലേ? ഇനി വേറൊരു സെൻറ്റൻസ് എനിക്ക് പറയേണ്ടത്, ഞങ്ങൾ രാവിലെയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്നാണ്. അതെങ്ങനെ പറയുക? വി ഹാവ് ഈറ്റൻ അവർ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടോ? വി ഹാവ് ഈറ്റൻ അവർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മളെങ്ങനെ നെഗറ്റീവ് ആക്കും? കഴിച്ചില്ല എന്നെങ്ങനെ പറയും? വി ഹാവിൻറ്റ് ഈറ്റൻ അവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വി ഹാവിൻറ്റ് ഈറ്റൻ എന്നായി. ഇപ്പോൾ നമ്മൾ എന്താ കണ്ടത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇതിനോടകം ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയാൻ നമ്മൾ ഹാവിൻ്റെ കൂടെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിച്ചു. ശരിയല്ലേ? പക്ഷേ ഇതിന് നമ്മൾ ഹാവ് മാത്രമാണോ ഉപയോഗിക്കുക? അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് മാറാൻ ഞാൻ കുറച്ച് സെൻറ്റൻസസ് കാണിക്കാം. ഈ സെൻറ്റൻസ് നോക്കൂ. അവൾ മരുന്ന് കഴിച്ചിട്ടുണ്ട്, അതായത് മരുന്ന് കഴിച്ചു കഴിഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മരുന്ന് കഴിക്കുക എന്നുള്ളതിന് ടു ടേക്ക് മെഡിസിൻ എന്നാണ് പറയുക. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാവും? ഷീ ഹാസ് ടേക്കൻ മെഡിസിൻ. ഷീ ഹാസ് ടേക്കൻ മെഡിസിൻ. അപ്പോൾ അവൾ മരുന്ന് കഴിച്ചിട്ടില്ല എന്നെങ്ങനെ പറയും? ഷീ ഹാസൻറ്റ് ടേക്കൻ മെഡിസിൻ, അല്ലേ? ഷീ ഹാസൻറ്റ് ടേക്കൻ മെഡിസിൻ. ഇനി ഒരെണ്ണം. അയാൾ ബില്ലടച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബില്ലടയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന തുക കൊടുക്കുക എന്നല്ലേ? അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ടു പേ ദ ബിൽ എന്നാണ്. അപ്പോൾ സെൻറ്റൻസ് എന്താവും? ഹി ഹാസ് പെയ്ഡ് ദ ബിൽ. കണ്ടോ? ഹി ഹാസ് പെയ്ഡ് ദ ബിൽ. ഈ പേ എന്ന് പറഞ്ഞ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് പെയ്ഡ്. ഇനി അയാൾ ബില്ല് അടച്ചിട്ടില്ല എന്നെങ്ങനെ പറയുക? ഹി ഹാസൻറ്റ് പെയ്ഡ് ദ ബിൽ. ഇനി വേറൊരെണ്ണം. ഞാൻ ഇതിനകം വസ്ത്രം അലക്കി കഴിഞ്ഞു. അപ്പോൾ വസ്ത്രം അലക്കുക എന്നുള്ളതിന് ടു വാഷ് ദ ക്ലോത്ത്സ് എന്നും പറയാം, ടു ഡൂ ദ ലോണ്ട്രി എന്നും പറയാം. ഇവിടെ ഞാൻ ഈ ടു ഡൂ ദ ലോണ്ട്രി എന്നുള്ളതാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ ഇതിനകം ഇത് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ആ ഒരു അർത്ഥം കിട്ടാൻ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഐ ഹാവ് ഓൾറെഡി ഡൺ ദ ലോണ്ട്രി. കണ്ടോ? ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിനകം ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു എന്ന് അർത്ഥം വരും. ഐ ഹാവ് ഓൾറെഡി ഡൺ ദ ലോണ്ട്രി. അപ്പോൾ ഡൂ ദ ലോണ്ട്രി, ആ ഡൂ എന്നുള്ള വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഡൺ. ഇനി ഇതെങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കും? ഇതുവരെ വസ്ത്രം അലക്കിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിന് ഞാൻ പറയുക ഐ ഹാവിൻ ഡൺ ദ ലോണ്ട്രി യെറ്റ് എന്നാണ്. അപ്പോൾ യെറ്റ് എന്നുള്ള വാക്ക് വന്നപ്പോൾ ഇതുവരെ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളൊരർത്ഥം വന്നു. ഐ ഹാവിൻ ഡൺ ദ ലോണ്ട്രി യെറ്റ്. ഇനി നമുക്ക് ഒരാളെ പറ്റി പറയാം. അവൾ പരീക്ഷ ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെ പറയും? ഷീ ഹാസ് ഫിനിഷ്ഡ് ദ ടെസ്റ്റ്. ഷീ ഹാസ് ഫിനിഷ്ഡ് ദ ടെസ്റ്റ്. ഇതെങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കുക? ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നെങ്ങനെ പറയും? ഷീ ഹാസൻറ്റ് ഫിനിഷ്ഡ് ദ ടെസ്റ്റ് യെറ്റ്. ഇപ്പം മനസ്സിലായല്ലോ, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാനാണ് നമ്മൾ ഹാസൻറ്റ് അല്ലെങ്കിൽ ഹാവിൻറ്റ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടൊരു സെൻറ്റൻസ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഈ സെൻറ്റൻസ് ഓർമ്മയുണ്ടല്ലോ? വി ഹാവ് ഈറ്റൻ അവർ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു.
അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ കഴിക്കുക എന്നുള്ളതിന് ഈറ്റ് എന്നുള്ളത് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന വേറൊരു വേർബാണ് ഹാവ്. അപ്പോൾ ഹാവ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് മാറുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയല്ലേ പറയേണ്ടത്? വി ഹാവ് ഹാഡ് എ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഹാഡ് എവിടെ നിന്ന് വന്നതെന്ന് മനസ്സിലായോ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് ഹാവ് ആണ്. അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഹാഡ്. അപ്പോൾ ഇവിടെ ഹാഡ് എന്നുള്ളതാണ് ശരിക്കുള്ള വേർബ്, മെയിൻ വേർബ്. ആദ്യത്തെ ഹാവ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ഹാവ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടെ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക കേട്ടോ. ഹാസിൻറ്റ് അല്ലെങ്കിൽ ഹാവിൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും വേർബ്, ഒരു ക്രിയ, അതായത് ഒരു ആക്ഷനെ കാണിക്കുന്ന വാക്കായിരിക്കും വരുന്നത്. അപ്പോൾ എപ്പോഴാണ് ഈ ഹാസിൻറ്റ് വരുന്നത്? ഒരു സെൻറ്റൻസിൽ നമ്മൾ ഒരാളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, അതായത് അവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ ഹാസിൻറ്റ് വരും. ഉദാഹരണത്തിന് ഹീ, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ മൈ സിസ്റ്റർ, മൈ ബ്രദർ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ ഹാസിൻറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഹാവിൻറ്റോ നമ്മൾ ഒരുപാട് പേരെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, അതായത് ആ സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടെ ഹാവിൻറ്റ് പറയും. അപ്പോൾ വി, ദേ, യു, ഐ അല്ലെങ്കിൽ മൈ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ അവിടെ ഹാവിൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം, ഐ എന്ന് പറയുന്നത് ഒരാളല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഐ പ്ലൂറൽ പോലെ വരുന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് ഞാൻ പല ക്ലാസ്സസിലും പറഞ്ഞിട്ടുണ്ട്, ഐ എന്ന് പറയുന്നത് ഒരാളാണെങ്കിലും ഐ ഫസ്റ്റ് പേഴ്സൺ ആണ്. അത് നമ്മൾ സ്പെഷ്യലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലൂറലിന് പറയുന്ന അതേ റൂളാണ് ഐക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ കൂടെയും ഹാവിൻറ്റ് ആണ് വരിക കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ, ഈ ഹാവിൻറ്റ് അല്ലെങ്കിൽ ഹാസിൻറ്റ് ഒക്കെ കഴിഞ്ഞ് വരുന്നത് എന്താണ്? വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് കേട്ടോ, ആ ഫോമിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ടെൻസിൻ്റെ പേരെന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല, ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാനാണ് നമ്മൾ ഹാവിൻറ്റ് അല്ലെങ്കിൽ ഹാസിൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹാവിൻറ്റ് അല്ലെങ്കിൽ ഹാസിൻറ്റ് ഉപയോഗിക്കുമ്പോൾ തെറ്റാതിരിക്കാനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നല്ലോ, അത് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും വേർബായിരിക്കും. അതുപോലെ ഡു നോട്ട് ഹാവ്, അതായത് ഡോണ്ട് ഹാവ് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും ഒരു നൗൺ ആയിരിക്കും, അതായത് ഒരു നാമമായിരിക്കും ഇത് കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ മുൻപ് നമ്മൾ കണ്ട ഒരു സെൻറ്റൻസാണ് ഞാനിവിടെ ഒന്നുകൂടെ കാണിക്കുന്നത്. ഐ ഹാവ് സീൻ ദിസ് മൂവി. ഞാൻ ഈ മൂവി കണ്ടിട്ടുണ്ടെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സീൻ എന്ന് പറയുന്നതാണ് ശരിക്കുള്ള വേർബ്, മെയിൻ വേർബ്. ഹാവോ ഹെൽപ്പിംഗ് വേർബാണല്ലോ. പക്ഷേ ഈ ഹാവ് എന്ന് പറഞ്ഞ വേർബിന് ചിലപ്പോഴെങ്കിലും ഒരു സെൻറ്റൻസിൽ മെയിൻ വേർബ് ആകാനും കഴിയും. അങ്ങനെ ഒരു പ്രത്യേകത ഹാവിനുണ്ട്. അപ്പോൾ മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഹാവ് എന്ന് പറഞ്ഞ വേർബിന് കഴിക്കുക എന്നൊരർത്ഥമുണ്ടെന്നല്ലേ. ഇത് കൂടാതെ ഹാവിന് ഒരർത്ഥം കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സ്വന്തമായി ഉണ്ട് എന്ന് കാണിക്കാൻ നമുക്ക് ഈ ഹാവ് എന്ന് പറഞ്ഞ വേർബ് ഉപയോഗിക്കാം. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. എനിക്ക് ഒരു കാറുണ്ട്. അതെങ്ങനെയാണ് പറയുക നമ്മൾ ഇംഗ്ലീഷിൽ? ഐ ഹാവ് എ കാർ. കണ്ടോ, കാറ് സ്വന്തമായി ഉണ്ട് എന്ന് കാണിക്കാൻ ഞാൻ ആ ഹാവ് എന്ന് പറഞ്ഞ വേർബ് ഉപയോഗിച്ചു. ഇനി ഞങ്ങൾക്ക് ഒരു മകനുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെ പറയും? വി ഹാവ് എ സൺ. കണ്ടോ, വി ഹാവ് എ സൺ. അവർക്ക് ഒരു വലിയ വീടുണ്ട്. അതെങ്ങനെ പറയും? ദേ ഹാവ് എ ബിഗ് ഹൗസ്. അവിടെ കണ്ടല്ലോ, ദേ ഹാവ് എ ബിഗ് ഹൗസ്. ഇതിലെല്ലാം ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത്? ആദ്യത്തേതിൽ സബ്ജക്റ്റ് ഐ ആണ്, ഞാൻ എന്നെ പറ്റി പറഞ്ഞു. രണ്ടാമത്തേതിൽ വി, ഞങ്ങൾ. മൂന്നാമത്തേതിൽ ദേ, അവർ. ഇപ്പോൾ സബ്ജക്റ്റ് ഐ, വി, ദേ ഒക്കെ വന്നപ്പോൾ നമ്മൾ ഹാവ് ആണ് പറഞ്ഞത് അല്ലേ, അത് ഓർക്കണം കേട്ടോ. ഇനി ഇതൊക്കെ നമുക്കൊന്ന് നെഗറ്റീവ് ആക്കി നോക്കാം. അപ്പോൾ ഐ ഹാവ് എ കാർ, എനിക്ക് ഒരു കാറുണ്ട്. എനിക്ക് കാർ ഇല്ല എന്നെങ്ങനെ പറയും? ഇവിടെ നമ്മൾ പറയുക ഐ ഡു നോട്ട് ഹാവ് എ കാർ എന്നാണ്. കണ്ടോ, ഐ ഹാവ് നോട്ട് അല്ല, ഐ ഡു നോട്ട് ഹാവ് എ കാർ. അത് നമുക്ക് ഷോർട്ടാക്കി ഇങ്ങനെ പറയാം, ഐ ഡോണ്ട് ഹാവ് എ കാർ. അപ്പോൾ ഇതോ, ഞങ്ങൾക്ക് ഒരുപാട് പണമുണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് മണി. അതെങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കുക? ഒരുപാട് പണമില്ല എന്ന് പറയണ്ടേ? വി ഡോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് മണി. കണ്ടോ, വി ഡോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് മണി. ഇനി അടുത്ത സെൻറ്റൻസ്, ദേ ഹാവ് എ ബിഗ് ഹൗസ്. ഇനി അവർക്ക് വലിയ വീടില്ല എന്ന് പറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദേ ഡോണ്ട് ഹാവ് എ ബിഗ് ഹൗസ്. അപ്പോൾ ഇതോ, ഞങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട്. അപ്പോൾ എന്ത് പറയും? വി ഹാവ് ഇനഫ് ടൈം. ആവശ്യത്തിന് സമയം, ഇനഫ് ടൈം. ഞങ്ങൾക്ക് ആവശ്യത്തിന് സമയമില്ല. എന്താ പറയുക? വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. ഇവിടെ എല്ലാ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, നമ്മൾ പറയുന്നത് ഒന്നിലധികം പേരെ പറ്റിയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഇല്ല എന്ന് പറയാൻ നമ്മൾ ഡോണ്ട് ഹാവ് എന്ന് പറയും. അപ്പോൾ ഈ ഡോണ്ട് ഹാവ് എന്ന് കഴിഞ്ഞിട്ട് വന്നത് എന്താണ്? ഒരു നൗൺ ആയിരുന്നു. നോക്കൂ, ഐ ഡോണ്ട് ഹാവ് എ കാർ, ദേ ഡോണ്ട് ഹാവ് എ ബിഗ് ഹൗസ്, വി ഡോണ്ട് ഹാവ് ഇനഫ്
ടൈം. കണ്ടോ, ഇവിടെ എല്ലാം ആ ഡോണ്ട് ഹാവ് കഴിഞ്ഞ് വന്നത് എന്താണ്? ഒരു നൗണാണ്, ഒരു നാമം. ഒരു വസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഡോണ്ട് ഹാവ് എന്ന് മാത്രമേ എപ്പോഴും പറയുള്ളൂ? ഡസൻറ്റ് ഹാവ് എന്നും പറയാമോ? അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ തീർക്കാം. ഈ സെൻറ്റൻസ് നോക്കൂ. അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഷീ ഹാസ് മെനി ഫ്രണ്ട്സ്. ഷീ ഹാസ് മെനി ഫ്രണ്ട്സ്. ഇനി അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇല്ലയെന്നെങ്ങനെ പറയും? ഷീ ഡസൻറ്റ് ഹാവ് മെനി ഫ്രണ്ട്സ്. കണ്ടോ, ഷീ ആണ്, ഒരാളെ പറ്റിയാണ് പറയുന്നത്. അവിടെ നമുക്ക് ഡോണ്ട് ഹാവ് എന്ന് പറയാൻ പറ്റില്ല. ഷീ ഡസൻറ്റ് ഹാവ് മെനി ഫ്രണ്ട്സ്. ഇനി അവന് ആവശ്യത്തിന് ഭക്ഷണമുണ്ട്. അതായത് അവൻ്റെ കയ്യിൽ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയും? ഹി ഹാസ് ഇനഫ് ഫുഡ്. ഹി ഹാസ് ഇനഫ് ഫുഡ്. അവന് ആവശ്യത്തിന് ഭക്ഷണമില്ല എന്ന് പറയണം. ഓർക്കണം കേട്ടോ, നമ്മൾ ഒരാളെ പറ്റിയാണ് പറയുന്നത്. ഹി. അപ്പോൾ എന്ത് പറയും? ഹി ഡസൻറ്റ് ഹാവ് ഇനഫ് ഫുഡ്. ഹി ഡസൻറ്റ് ഹാവ് ഇനഫ് ഫുഡ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ടെൻസിൻ്റെ പേരെന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് ഉപയോഗിക്കും. അതില്ല എന്ന് പറയാൻ, നെഗറ്റീവ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഡോണ്ട് ഹാവ് അല്ലെങ്കിൽ ഡസൻറ്റ് ഹാവ് എന്ന് പറയും. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറയാം കേട്ടോ. ഈ ഹാവ് നോട്ട് അല്ലെങ്കിൽ ഹാസ് നോട്ട് ഒക്കെ കഴിഞ്ഞ് വരുന്നത് എപ്പോഴും വേർബ് ആയിരിക്കും. അതായത് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ്. നേരെ മറിച്ച് ഡു നോട്ട് ഹാവ് അല്ലെങ്കിൽ ഡസ് നോട്ട് ഹാവ് ഒക്കെ കഴിഞ്ഞ് വരുന്നത് എന്തായിരിക്കും? നൗൺ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മളത് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഇല്ല എന്ന് കാണിക്കാനാണ്. ഇനി ഞാൻ കുറച്ച് സെൻറ്റൻസസ് ഇവിടെ കാണിക്കാം. അപ്പം നിങ്ങൾ പറയണം അത് അല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയാൻ ഡോണ്ട് ഹാവ് ആണോ അല്ലെങ്കിൽ ഹാവിൻ്റ് ആണോ നിങ്ങൾ ഉപയോഗിക്കുകയെന്ന്. അപ്പോൾ ആദ്യത്തെ നോക്കൂ. ഞാൻ ഇമെയിൽ അയച്ചു കഴിഞ്ഞു. ഐ ഹാവ് സെൻഡ് ദ ഇമെയിൽ. അപ്പോൾ ഞാൻ ഇമെയിൽ അയച്ചിട്ടില്ല എന്നെങ്ങനെ പറയും? ഐ ഹാവിൻറ്റ് സെൻഡ് ദ ഇമെയിൽ. ശരിയല്ലേ? കാരണം ഹാവ് കഴിഞ്ഞിട്ട് വേർബാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ ഹാവിൻറ്റ് എന്നാക്കിയാൽ മതി. ഐ ഹാവിൻറ്റ് സെൻഡ് ദ ഇമെയിൽ. അടുത്തത്, ഞങ്ങൾക്ക് 2 പൂച്ചകളുണ്ട്. വി ഹാവ് 2 cats. അപ്പോൾ ഇവിടെ നോക്കൂ, ഹാവ് കഴിഞ്ഞിട്ട് നൗൺ ആണ് വന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? ഡോണ്ട് ഹാവ് എന്ന് പറയണം അല്ലേ? വി ഡോണ്ട് ഹാവ് 2 cats. വി ഡോണ്ട് ഹാവ് 2 cats. അടുത്തത്, പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക? ദ പ്ലെയിൻ ഹാസ് ലാൻഡഡ് അല്ലേ? പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ടില്ല എന്നെങ്ങനെ പറയും? ദ പ്ലെയിൻ ഹാസിൻറ്റ് ലാൻഡഡ്. ദ പ്ലെയിൻ ഹാസിൻറ്റ് ലാൻഡഡ് ആണല്ലോ. ഇനി അതിഥികൾ എത്തിക്കഴിഞ്ഞു. ദ ഗെസ്റ്റ് ഹാവ് അറൈവ്ഡ്. എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? ദ ഗെസ്റ്റ് ഹാവിൻറ്റ് അറൈവ്ഡ് ആണല്ലോ. ദ ഗെസ്റ്റ് ഹാവിൻറ്റ് അറൈവ്ഡ്. അടുത്തത്, ഹി ഹാസ് എ ജോബ്. അവന് ഒരു ജോലിയുണ്ട്. ഹി ഹാസ് എ ജോബ്. അവന് ജോലി ഇല്ല എന്ന് എങ്ങനെ പറയും? ഹി ഡസൻറ്റ് ഹാവ് എ ജോബ്. ഹി ഡസൻറ്റ് ഹാവ് എ ജോബ്. ഇനി നിങ്ങൾക്കുള്ള 2 ചോദ്യങ്ങളാണ് ഞാനിവിടെ എഴുതി കാണിക്കാൻ പോകുന്നത്. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. രസകരമാണ്. കാരണം 2 സെൻറ്റൻസിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ 2 രീതിയിലാണ് പറയുന്നതെന്ന് മാത്രം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്. എനിക്ക് 2 പെൻസിലുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പറയുക? ഐ ഹാവ് 2 പെൻസിൽസ്. നിങ്ങളിത് നെഗറ്റീവ് ആക്കണം. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഐ ഹാവ് ഗോട്ട് 2 പെൻസിൽസ്. ഇതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. എനിക്ക് 2 പെൻസിലുണ്ടെന്ന് തന്നെയാണ് അർത്ഥം അല്ലേ? പക്ഷേ വേറെ രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 സെൻറ്റൻസും നെഗറ്റീവ് ആക്കുമ്പോൾ ഏത് സെൻറ്റൻസിലാണ് നിങ്ങൾ ഡോണ്ട് ഹാവ് എന്ന് ഉപയോഗിക്കുക, ഏതിലാണ് ഹാവിൻറ്റ് എന്ന് ഉപയോഗിക്കുക? അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യൂ. ആൻസേഴ്സ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ.